കാറ്റുള്ളൊരു സ്ഥലം കൂടിയാണത് സുന്ദര വണ്ടിപ്പെട്ട് എന്ന് പറഞ്ഞത്. അതുപോലെ ഈ നിൽക്കുന്ന ഉള്ളി കൃഷിയാണ്. പക്ഷെ നല്ല രീതിയിലുള്ള വരൾച്ച തന്നെയാണ്. ഇവിടെ അടുത്തേക്ക് മഴയില്ലാന്ന് എനിക്ക് തോന്നുന്നു. പാടിയൊക്കെയാണ് നിൽക്കുന്നത്. ഇത് വഴുതനങ്ങയാണ്, ചെറിയ വഴുതനങ്ങ കൃഷിയാണ്. എന്നാ ഒന്ന് പൂ പാക്കിയതൊക്കെ എന്താ വഴി പോണം? എന്താ വഴിയാ? അവിടെ രണ്ട് ചേച്ചിമാരാണ് ഇരിക്കുന്നത്. ഇത് നിൽക്കുന്ന സൂര്യകാന്തി. ഒരു കണ്ടം നിറച്ച് വഴുതന കൃഷിയാണ്. എൻ്റെ തൊട്ടിപ്പുറത്ത് സവാള ഉള്ളിയാണ്. എൻ്റെ അടിയിലൊക്കെ സവാള ഉള്ളികളുണ്ട്. കണ്ടോ സവാള ഉള്ളികൾ. സവാള കൃഷിയാണ്. സവാളകൾ കൃത്യമായിട്ട് കാണാം. അവരെന്നോട് പറഞ്ഞായിരുന്നു ഇവിടെ പച്ചക്കറികൾ കിട്ടുന്നു. ഇതുകൊണ്ട് സവാള, ഈ നിൽക്കുന്ന മുഴുവൻ സവാളയാണ്. ഈ തണ്ടിന് തന്നെ നല്ല ഉള്ളിയുടെ മണമാണ്. ഇതിൽ അങ്ങനെ വലത് സൈഡിൽ നിറച്ച് വഴുതന, ഇടത് സൈഡിൽ സവാള, രണ്ടും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട രണ്ട് സാധനങ്ങളാണ്. ഇവിടെ മത്തയുണ്ട് കേട്ടോ. പലതരത്തിലുള്ള കൃഷിയുണ്ട്. ഇതാണ് എന്ത് സുന്ദരമായ കാഴ്ചകളാണ്. ഭൂമിയിലെ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള. പണ്ട് ഞാൻ കർണാടകയ്ക്കും അതേപോലെ തമിഴ്നാട്ടിലും, തമിഴ്നാടിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ, സേലം ഏരിയകളിൽ, കൃഷ്ണഗിരി ഏരിയകളിലൊക്കെ കണ്ടിരുന്ന കാഴ്ചകളാണ്. അതേപോലെ ഒസൂര് കഴിഞ്ഞ് കർണാടകത്തിൻ്റെ ബാംഗ്ലൂർക്ക് ചെല്ലുന്നതിന് മുമ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ കാഴ്ചകൾ വളരെയേറെ കണ്ടിട്ടുണ്ട്. ഈ സൂര്യകാന്തി ഇപ്പം നമുക്ക് മുഖം തിരിച്ചാണ് നിൽക്കണം. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിലേക്കൊന്ന് പോയിച്ചു വരാം. ഇവിടെ സവാള ഉള്ളി ഇഷ്ടം പോലെ, എല്ലാത്തിലും ആ ഉള്ളികൾ ഏകദേശം മൂപ്പായി പറിക്കാറായി നിൽപ്പുണ്ട്. ഇവിടെ എന്തിനോ വേണ്ടി നിലം ഒരുക്കിയിട്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ആള് സൂര്യകാന്തി. നേരത്തെയൊക്കെ നമ്മുടെ വീടുകളിൽ സുലഭമായിട്ട് ഉണ്ടായിരുന്ന ഒരു പൂച്ചെടിയാണത്. ഈ സൂര്യകാന്തികളുടെ ഈ ഒരു കാഴ്ച അതിമനോഹരം, അതിലും മനോഹരം എന്നൊക്കെയേ പറയേണ്ടുള്ളൂ. സുന്ദരവണ്ടിപുരത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ്. ഏകദേശം ഒരു 10 ഏക്കറിന് മുകളിലുള്ള സ്ഥലത്ത് ഇവിടെ സൂര്യകാന്തി കൃഷി ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സ്റ്റഫാണ്. എന്തോരം ഷൂട്ട് ചെയ്താലും എന്തോരം കണ്ടാലും മതി വരില്ലാത്ത, എത്ര മിനിറ്റ് വേണമെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു കാഴ്ച. നമുക്കിഷ്ടം പോലെ എന്തോരം വേണമെങ്കിലും കാണാം, ആസ്വദിക്കാവുന്നതാണ്. ഇതിലേക്കൊന്നും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് തൊടേണ്ട കാര്യമൊന്നുമില്ല. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണെന്ന് ഈ ഒരു കാഴ്ചകൾ. എൻ്റെ അപ്പുറം 2 വിൻമില്ലിൻ്റെ ചിറകുകൾ കറങ്ങുന്നത് നമുക്ക് കാണാം.
അങ്ങേ സൈഡിലാണെങ്കിൽ തെങ്ങിൻ തോപ്പാണ്. അതേപോലെ തന്നെ അവിടെ കുറച്ച് സ്ഥലത്ത് നെൽവയലുകളുണ്ട്. അവിടെ ഒരു ട്രാക്ടറിൽ ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരിപ്പുണ്ട്, ഒരു അണ്ണൻ. ഞാൻ ഈ ഫോണൊക്കെ എങ്ങനെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും സാധാരണ ആൾക്കാർ ഇഷ്ടം പോലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ ഇന്ന് വേറൊരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ നിറച്ച് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. ഏതായാലും ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഒരു ചേട്ടനും ചേച്ചിയും കാണിച്ചു തന്നൊരു കാഴ്ചയാണ്. എന്താണ് ഇതിൻ്റെ ഒരു ഭംഗി, വിവരിക്കാൻ പറ്റില്ല, നമുക്ക് വാക്കുകളില്ല. ഈ ഒരു ഭംഗിയിലേക്ക് നമുക്ക് വാക്കുകളില്ല. അവിടെ ട്രാക്ടർ പണിയുന്നുണ്ട്. ഇതേപോലെയുള്ള പാടങ്ങളും വരമ്പുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപക്ഷെ എൻ്റെ കണ്ണ് വിളുന്തിപ്പോൾ എന്ന് വെച്ചാൽ കണ്ണ് കാഴ്ച വച്ചപ്പോൾ മുതൽ ഞാൻ കാണുന്ന കാഴ്ചകളാണ്. പക്ഷേ നമുക്കിപ്പോൾ ഒരു പരിധി വരെ അന്യം നിന്ന് പോയിരിക്കുന്നു. കൊക്ക കാക്ക ഒക്കെ ഇഷ്ടം പോലെ വന്നിരിക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കാഴ്ചകളായിരുന്നു ഇവർക്ക്. അതുപോലെ ട്രാക്ടർ നമ്മുടെ ജീവിതത്തിലെ തന്നെ ചെറുപ്രായത്തിലെ ഒരു മെയിൻ സംഭവമായിരുന്നു. ട്രാക്ടറിലുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് വളർന്നതാണ്. ഈ പൂവിൻ്റെ കാഴ്ചയിൽ എത്ര പിടിച്ചിട്ടും മതിയാവണല്ലോ കേട്ടോ. അണ്ണാ പാകതാവുന്ന ചിലപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു കാഴ്ചകൾ എന്തോരം എടുത്തിട്ടും മതിയാവുന്നില്ല. ഈ ഒരു പൂവ് നിൽക്കണുണ്ടോ. നമ്മുടെ നാട്ടിലൊരു ഇടയ്ക്ക് നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ പൂന്തോട്ടങ്ങളെ വളരെ സുന്ദരമാക്കിയിരുന്നതാണ് ഈ പൂവുകൾ. ഇന്ന് നമുക്ക് അതൊക്കെ ഇല്ല. ഞാൻ അണ്ണൻ ഒരു ചായക്കാശ് ചോദിച്ചു. ഞാൻ കുറച്ച് പൈസ കൊടുത്തു. ഏതായാലും പുള്ളി എന്നോട് ഇതിൻ്റെ നടക്കേക്കടെ എവിടെ ഒരു വരമ്പുണ്ടാവും, ആ വരമ്പിക്കടെ കൃത്യമായിട്ട് മിണ്ടാണ്ട് പൊക്കൊള്ളാൻ പറഞ്ഞു. ഇങ്ങനെയുള്ളൊരു കാഴ്ച ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ നാട്ടുകാരെ തന്നെ നമ്മളിവിടെ വന്നിറങ്ങിയപ്പോൾ കൃത്യമായിട്ട് കണ്ടുമുട്ടിയതുകൊണ്ട് മാത്രം ഈ ഒരു സുന്ദര കാഴ്ചയ്ക്ക് നമുക്കൊരു സാക്ഷിയാവാൻ പറ്റി. നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ചെടികളാണ് ഇത്. നമ്മൾ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ സസ്യ എണ്ണ, സൂര്യകാന്തി എണ്ണ എന്നൊക്കെ പറയും. അത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ വിത്തിൽ നിന്നാണ്. അപ്പോൾ സൂര്യകാന്തിയുടെ കാഴ്ചകൾ തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ വന്ന വഴി തന്നെ തിരിച്ചു പോകാനുള്ള ആലോചനയിലാണ്. ഇവിടുന്ന് ആ കണ്ടത്തിൽ കയറിയിട്ട് അവിടെ 2 ചേച്ചിമാർ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി സൂര്യകാന്തികളെ ടാറ്റ, ബൈ ബൈ.